മാവൂർ പഞ്ചായത്ത് 9-ാം വാർഡ് അഡ്വാർഡിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഹിബത്തുള്ളക്കെയാണ് എൻ്റെ കൂടെയുള്ളത്. ആദ്യമായിട്ട് എനിക്ക് അറിയേണ്ടത്, സാധാരണ രീതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കഴിഞ്ഞ 5 വർഷത്തെ അവരുടെ പ്രകടനവും അതേപോലെ തന്നെ നമ്മുടെ വാർഡിലെ പ്രശ്നങ്ങളെക്കുറിച്ചുമുള്ള ഒരു ചർച്ചയാണ് അല്ലെങ്കിൽ ഒരു ധാരണയാണ് യഥാർത്ഥത്തിൽ വോട്ടർമാർക്ക് നൽകേണ്ടത്. അതിന് പകരം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വ്യത്യസ്ത കക്ഷി രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾ മത്സരിച്ചിട്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെങ്ങനെ നോക്കിക്കാണുന്നു ഹിബത്തുള്ള? അത് നിങ്ങൾ പറഞ്ഞ വളരെ ഒരു അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അവിടെയുള്ള ഒരു വാർഡിൽ നിന്നും നമ്മൾ നൽകേണ്ടത്, അല്ലെങ്കിൽ ഈ പഞ്ചായത്തിലേക്ക് പറഞ്ഞയക്കേണ്ടത്, നമ്മുടെ വാർഡിലേക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാൻ പറ്റിയ, അതുപോലെ തന്നെ നല്ല പദ്ധതികൾ, നമ്മുടെ നാടിന്റെ വികസന സൂചിക ഉയർത്തുന്ന പദ്ധതികൾ നൽകാൻ പറ്റിയ ഒരാളെയാണ്. ആ ഒരാളെ തിരഞ്ഞെടുക്കുന്നതിന് പകരം നിലവിൽ നമ്മുടെ നാട്ടിൽ കൃത്യമായി പറയുകയാണെങ്കിൽ അതൊരു കക്ഷി രാഷ്ട്രീയമായിട്ട് അവിടെ പാർട്ടി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പഞ്ചായത്തിൽ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെ നടപ്പിലാക്കി, ഒരു പഞ്ചായത്ത് എന്തൊക്കെ വികസനങ്ങൾ നടപ്പിലാക്കി, ഇതാണ് ചർച്ച വരേണ്ടത്. അതിന് പകരം സ്വർണ്ണക്കള്ളം പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇപ്പൊ നിലവിലുള്ള നിയമസഭയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ആ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകളാണ് താഴെക്കടയിലുള്ളത്. എന്നാൽ ഈ കഴിഞ്ഞ 5 വർഷം അവിടെ ഉണ്ടായിരുന്ന ആ വാർഡ് മെമ്പർ എന്തൊക്കെ ചെയ്തു, അയാൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അതുപോലെ ആ പഞ്ചായത്ത് എന്തൊക്കെ ചെയ്തു, പോരായ്മകൾ വന്നു, അതെ, പോരായ്മകൾ എന്തൊക്കെയുണ്ട്, അതിൽ എന്തൊക്കെ ബെനിഫിറ്റബിൾ ആയിട്ട് ജനങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടി, ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ തീർത്തും കക്ഷി രാഷ്ട്രീയത്തിന്റെ ചർച്ചകളാണ് വരുന്നത്. ഹിബത്തുള്ള അഡ്വക്കേറ്റ് ആണ്, അതേപോലെ തന്നെ എക്കണോമിക്സിൽ PG ഉള്ള ആളാണ്, യുവാവാണ്. ഇങ്ങനെയുള്ള ഒരാള് അഡ്വാർഡ് 9-ാം വാർഡിൽ മത്സരിക്കുമ്പോൾ അവിടെ പ്രബലമായിട്ടുള്ള 2 പാർട്ടിക്കാർ, ഐക്യജനാധിപത്യ മുന്നണിയും അതേപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയും, ഇവർക്കിടയിലേക്കാണ് ഒരു സ്വതന്ത്രനായിക്കൊണ്ട് അഡ്വക്കേറ്റ് ഹിബത്തുള്ള വന്നിട്ടുള്ളത്. ഈ ഒരു സ്ഥാനാർത്ഥി പദത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു സാഹചര്യം എന്തായിരുന്നു? അതായത് നിലവിലെ ആളുകൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആരെയാണ് ഒരു വാർഡ് മെമ്പർ ആക്കേണ്ടത് എന്നുള്ളത്. കൃത്യമായിട്ട് പറയാൻ, നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ്. 2 വർഷത്തേക്കൊക്കെ ആയിരിക്കും നമ്മളൊരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, അല്ലേ? അപ്പോൾ നമ്മൾ ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ ബാറ്ററിന്റെ കപ്പാസിറ്റി, അതുപോലെ തന്നെ അതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റി, കമ്പനി, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. എന്നാൽ 5 വർഷക്കാലത്തേക്ക് നമ്മളെ നാടിന്റെ അനിവാര്യമായ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ പറ്റിയിട്ടുള്ള, അതിന് ഏബിൾ ആയിട്ടുള്ള ഒരാളെ തിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയാക്കാൻ പോലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പറ്റുന്നില്ല. പിന്നീടല്ലേ അയാളെ വിജയിപ്പിക്കുക എന്നുള്ളത്. മാത്രമല്ല ആ രീതിയിലുള്ള ഒരു ഹോംവർക്ക് നടത്തിയിട്ട് ഒരാളെ ഉയർത്തി കൊണ്ടുവരുന്നില്ലേ 5 വർഷം കൊണ്ട്. അതെ, അതിപ്പോ പലർക്കും നമ്മൾ ശ്രദ്ധിച്ചറിയാം. ഇപ്പോ ഈ ത്രിതല പഞ്ചായത്തിൽ 50% സ്ത്രീ സംവരണം വന്നതോടുകൂടി തന്നെ സ്ത്രീ സംവരണത്തിന്റെ സീറ്റുകളിലേക്ക് സ്ത്രീ ജനങ്ങളെ എത്തിക്കാൻ പറ്റുന്നില്ല. കാരണം പല സ്ഥലങ്ങളിലും ഇന്ന ആളുടെ ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ എടുക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടിരുന്നു, ആ ഒരു 5 വർഷം കൊണ്ട് അതിന് പറ്റിയിട്ടുള്ള ഒരു ലീഡർ ക്വാളിറ്റി ഉള്ള, അല്ലെങ്കിൽ എല്ലാ രീതിയിലും വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ തന്നെ കാഴ്ചപ്പാടുകൾ കൊണ്ടും ഉയർന്ന ചിന്താഗതിയുള്ള യുവാക്കളായിട്ടുള്ള ആളുകളെ ഈ രാഷ്ട്രീയ ബോധത്തിലേക്ക് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇപ്പം പല സ്ഥലങ്ങളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, ഹിബത്തുള്ളയുടെ കാര്യമല്ല, ഇടതുപക്ഷ ജനാധിപത്യം LDF അല്ലെങ്കിൽ UDF പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറയാറുണ്ട്. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി വരുന്നത് വിജ്ഞാപനം പുറപ്പെടുവിച്ച് നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് 1-2 ദിവസം മുമ്പാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വരാനുണ്ട്, നമുക്ക് അടുത്ത 5 വർഷത്തേക്ക് നമ്മുടെ പാർട്ടിയിൽ നിന്ന് ഇന്ന ആളെയാണ് നമുക്ക് ഇതിനു വേണ്ടി തയ്യാറാക്കേണ്ടതെന്നുള്ള ബോധത്തോടു കൂടി ആ 5 വർഷം ഇവർക്ക് പരിശീലനം നൽകിക്കൊണ്ട് ഒരു മെമ്പറാക്കി എടുക്കുന്ന ഒരു സംവിധാനം പാർട്ടികൾ ചെയ്യുന്നില്ല എന്ന് തന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതെ അതെ അതെ, അത് സത്യമാണ്. ഇപ്പം അവസാനത്തെ സമയത്ത് ഇനിയിപ്പോ അപ്പുറത്തെ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും കിട്ടുമോ എന്ന നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അയാളെ വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഈ വാർഡ് പിടിച്ചെടുക്കണം. ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ഏതൊരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയം, ഞങ്ങൾക്ക് വാർഡ് പിടിച്ചെടുക്കണം. ഇടതുപക്ഷത്തിന്റെ വാർഡാണെങ്കിൽ അത് ഞങ്ങൾക്ക് പിടിച്ചെടുക്കണം. ഇനിയിപ്പോ UDF ഭരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് പിടിച്ചെടുക്കണം. ഈ സാധാരണ ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധ കൊടുക്കാതെ ആരോ ഒരാള് മെമ്പർ ആവുന്നു, ആരോ ഒരാൾ MLA ആവുന്നു എന്നതിനപ്പുറം മറ്റൊന്നും ചിന്തിക്കാത്ത ആളുകൾക്ക് നമുക്ക് ഇത് എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും? അത് ജനങ്ങളെ ഇപ്പോഴും ഈ പറഞ്ഞ കക്ഷി രാഷ്ട്രീയം
പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്റെ വാർഡിൽ തന്നെ നിലവിൽ നിങ്ങൾ പറഞ്ഞ പോലെ 2 സ്ഥാനാർത്ഥികളുണ്ട്. ശക്തരായിട്ടുള്ള 2 സ്ഥാനാർത്ഥി അല്ലെങ്കിൽ 2 രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥികള്. ഇവരെ 2 പേരെയും ഒരു വീട്ടിൽ എത്തിച്ചിട്ട് ഇന്ന ആള് ഇന്നതെല്ലാം മുൻപ് ചെയ്തിട്ടുണ്ട്. അവർ 2 പേരും മുമ്പ് വാർഡ് മെമ്പർ ആയ ആളുകളാ. ആ സമയത്ത് ഇന്ന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്ന രീതിയിലുള്ള വികസന സൂചിക ഉയർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാൻ പറ്റാതെ ഇപ്പൊ വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കെന്ത് ചെയ്യണം? പഞ്ചായത്ത് പിടിച്ചെടുക്കണം. അതല്ലെങ്കിൽ ഈ വാർഡ് നമുക്ക് പിടിച്ചെടുക്കും. ഇതാണ് ആളുകളുടെ മൈൻഡിലേക്ക് നൽകുന്നത്. അവിടെ കൃത്യമായിട്ട് ഇന്ന ആൾക്ക് വികസന സാധ്യതകളെ കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാടുകളുണ്ട്. ഇയാൾ വന്നിട്ടുണ്ട് ആ രീതിയിൽ ചെയ്യും. മുമ്പ് വാർഡ് മെമ്പർ ആയ സമയത്ത് ഇന്നതൊക്കെ ചെയ്തിരുന്നു എന്ന് പറയാനുള്ള ഒരു അതിനുള്ള ഒരു സാഹചര്യം പോലും രാഷ്ട്രീയ എനിക്ക് പാർട്ടികൾക്ക് ഇല്ല. എനിക്ക് മനസ്സിലാകാത്തത് ഹിബത്തുള്ളയുടെ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. ഇപ്പോൾ ഒരു പാർട്ടി, ഇപ്പോൾ എക്സാമ്പിൾ UDF ആയിക്കോട്ടെ LDF ആയിക്കോട്ടെ, അവർക്ക് ഒരു 600 വോട്ടുകൾ അവിടേതായിട്ടുണ്ട് എന്ന് കരുതുക. ഇപ്പൊ മൊത്തത്ര വോട്ട് അവിടെ ഉള്ളത് അവിടെ 1537 1537 വോട്ടുകളുണ്ട്. ഈ വോട്ടുകളിൽ ഒരാൾക്ക്, ഒരു LDFന് പൂർണ്ണമായിട്ടും 600 വോട്ടുണ്ടെന്ന് കരുതുക. ഈ വാർഡ് പിടിച്ചെടുക്കുന്നതിലൂടെ ഈ 600 വോട്ടർമാർക്ക് എന്താ കിട്ടുന്നത്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു ചെറിയൊരു തിരുത്തുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ 650 വോട്ടും ഫോളോവേഴ്സ് ആണ്. അത് പൊളിറ്റിക്കൽ വോട്ടുകളല്ല. പൊളിറ്റിക്കൽ വോട്ടുകൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു തിയറി ഉണ്ട്. അതിൽ ഞാൻ കൃത്യമായിട്ടുള്ള സ്റ്റഡീസിൽ മനസ്സിലാക്കുന്നത് ഇവിടെ നിയമസഭയിൽ 99 സീറ്റോടുകൂടി ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അതിൽ ആ സമയത്ത് വന്നിട്ടുള്ള ലോകസഭാ ഇലക്ഷനിൽ 19:1 ആണ്. അതിന് കാരണം പ്രമേയങ്ങളാണ്. ശക്തമായിട്ടുള്ള ആളുകളുടെ ആവശ്യം. ആളുകൾക്കറിയാം ലോകസഭയിൽ ആരെ ജയിപ്പിക്കണം, നിയമസഭയിൽ ആരെ ജയിപ്പിക്കണം. അതുപോലുള്ള ഒരു സംവിധാനം യഥാർത്ഥത്തിൽ താഴെക്കിടയിലേക്ക് എത്തിയിട്ടില്ല. പഞ്ചായത്ത് ഇലക്ഷനിൽ വരുന്ന സമയത്ത് അവിടെ വ്യക്തി ആരാണെന്നാണ് നോക്കേണ്ടത്. ആ വ്യക്തിക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും നോക്കണേ. അതിൽ നിന്നും ആ ഒരു ചിന്തയെ പോലും നൽകാൻ ഈ രാഷ്ട്രീയ കക്ഷിരാശികൾ സമ്മതിക്കുന്നില്ല. അവരവിടെ നമുക്ക് ജയിക്കണം, നമ്മുടെ പാർട്ടിക്ക് ജയിക്കണം എന്നുള്ള ഒരു ആശയം കുത്തി വെച്ചിട്ട് നമ്മുടെ നാടിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹെബത്തുള്ള എപ്പോഴാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വരാൻ ഒരു സാഹചര്യം ഒരുങ്ങിയത്? നിലവില് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടിയും പിടിച്ചിട്ടില്ല. പക്ഷെ കൃത്യമായിട്ട് രാഷ്ട്രീയ നിരീക്ഷകനാണ്. ഇപ്പോൾ യുവാക്കൾ പറയുന്നുണ്ട് നമുക്ക് രാഷ്ട്രീയ ബോധമല്ല. പക്ഷെ എനിക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയ ബോധമുള്ളതാണ്. ഞാൻ പല വിഷയങ്ങളിൽ ഇടപെടുന്നതാണ്. ആ രീതിയിൽ ഞാൻ ഇടപെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് സ്വന്തം നാട്ടില്? അപ്പം നമ്മുടെ കൈത്തുട്ടിമുക്കിൽ നിന്നും ചിറ്റാമ്പിലാക്കളുള്ള റോഡുണ്ട്. 2023 അത് ജൽജീവൻ പദ്ധതി വന്ന് കുഴിച്ചിടുകയുണ്ടായി. ആ ഭാഗത്തുള്ള പല രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിട്ട്, പല മുന്നണികൾ ഉണ്ടായിട്ട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ സമയത്ത് ഞങ്ങൾ കുറച്ച് യുവാക്കൾ അത് കൃത്യമായിട്ട് നോട്ടീസ് ചെയ്ത് അവിടെ കുറച്ച് ഫ്ലെക്സുകൾ വെച്ചു. അതിലൂടെ ഒരു മീഡിയന്റെ കവറേജ് അവിടെ കൊണ്ടുവന്നു. ആ കവറേജ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി? ജലജീവൻ പദ്ധതിന്റെ ആളുകളെ, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിന്റെ ഹെഡ് ആയിട്ടുള്ള മിനിസ്ട്രിയിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി പറ്റി. അതേ സമയത്ത് ജില്ലാ കളക്ടർ ത്രൂ പോയി. അതേ സമയത്ത് ഞാൻ ഹൈക്കോടതിയിലൂടെ മൂവ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പണി കിട്ടുമെന്ന് കണ്ടപ്പോൾ ജനുവരി 2-ാം തീയതിയാണ് റിപ്പോർട്ട് ചെയ്തത്. ജനുവരി 6-ാം തീയതി പണി തുടങ്ങി. അതുവരെ ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ ജനുവരി 6-ാം തീയതി അവിടെ പണി. വേറെ എന്തൊക്കെ കാര്യങ്ങളിലാണ് സാമൂഹികമായിട്ട് ഇടപെട്ടിട്ടുള്ളത്? സാമൂഹികപരമായിട്ട് നമ്മൾ ഒരു സംഘടനാ ലെവലിലൊക്കെ വർക്ക് ചെയ്ത സമയത്ത് എഡ്യൂക്കേഷൻ കിറ്റുകൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രളയത്തിന്റെ സമയത്തൊക്കെ നമ്മളെ ദുരിതാശ്വാസ നിധിയിലേക്ക്, CM ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുക്കം ഭാഗത്ത്, കുറ്റിക്കട ഭാഗത്ത് ഉണ്ടായിരുന്ന ഏരിയകളിലൊക്കെ പ്രളയത്തിന്റെ സമയത്ത് ഞങ്ങൾ വീടുകളിൽ കയറിയിട്ട്, ഞങ്ങൾ യുവാക്കൾ വീടുകളിൽ കയറിയിട്ട് ഉമ്മ അല്ലെങ്കിൽ അച്ഛ നിങ്ങളെ കയ്യിൽ എന്താ ഉള്ളത് അത് തരും. ആ രീതിയിൽ മുളക് പൊടി, പഞ്ചസാര, ചായപ്പൊടി ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് ഓരോ കിറ്റായിട്ട് ആ കിറ്റുകൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പൊ സാമൂഹ്യ പ്രവർത്തനത്തിന് നേരത്തെ പരിചയമുള്ള ആളാണ്. എന്താണ് ഇപ്പൊ വാർഡിന്റെ ഒരു സ്റ്റാറ്റസ്? നിലവിൽ അതൊരു ഇടതുപക്ഷത്തിന്റെ കോട്ട എന്ന് പറയുന്ന സ്ഥലമാണ്. ഞാൻ രാഷ്ട്രീയപരമായിട്ടല്ല, അവിടുത്തെ വികസനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് എന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ ഒരുപാട് പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ഒരു റോഡ് പോലും റീഡാർ ചെയ്തിട്ടില്ല. ഒരു ഏരിയയിൽ പോലും കൃത്യമായിട്ട് സ്ട്രീറ്റ് ലൈറ്റുകളില്ല. പല വീടുകളും ഞങ്ങളെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് വേണട്ടോ എന്ന് പറഞ്ഞ് നിരന്തരം വാർഡ് മെമ്പറിനെ സമീപിച്ചിട്ടും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ അവസാന സമയത്താണ് അവിടെയും ഇവിടെയും കുറച്ച് വെളിച്ചം കണ്ടത്. അപ്പം പല സ്ഥലങ്ങളിൽ ഈ നായ്ശല്യം, കാട്ടുപന്നി ശല്യം നല്ല രീതിയിലുണ്ട്. അതിനുവേണ്ടി വാട്സപ്പ് കൂട്ടായ്മകൾ ഉണ്ട് എന്നല്ലാതെ അവിടെ വാർഡ് മെമ്പർ എന്ത് ചെയ്യണം എന്നുള്ളത് വാർഡ് മെമ്പർക്ക് അറിയില്ല. അതാണ് അവിടുത്തെ സാഹചര്യം. ഈ വാട്സപ്പ് കൂട്ടായ്മയിലൂടെയോ അല്ലെങ്കിൽ നാട്ടുവെളിച്ചം, അതേപോലെ തന്നെ റോഡ്, കുടിവെള്ളത്തിന്റെ സ്റ്റാറ്റസ് എന്താണ്? ചില ഏരിയകളിലുണ്ട്, ഉള്ളത് തന്നെ പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല. ഇനി പല ഏരിയകളിലേക്കും കിട്ടാത്തതുണ്ട്. മാലിന്യ സംസ്കരണത്തിന്റെ അവസ്ഥ എന്താണ്? കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു അടുവാട് ഭാഗത്തുള്ള ആലിഞ്ചോട് ഭാഗത്തേക്ക് പുറമെയുള്ള ആളുകൾ വന്നിട്ട് സ്ഥാനാർത്ഥി ആയതിനു ശേഷം വാർഡിന്റെ എല്ലാ മുക്കും മൂലവും ഹിബത്തുള്ള എത്തിയിട്ടുണ്ടാവും. വേറെ എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്?
നിലവില് നമ്മുടെ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടില്ല. ഉം. റോഡ്, വെള്ളം, വെളിച്ചം, പാർപ്പിടം ഇതാണല്ലോ അടിസ്ഥാന സൗകര്യം. അതുപോലും കൃത്യമായിട്ട് എത്തിയിട്ടില്ല നിലവില്. എല്ലാ ഏരിയയിലും ജൽജീവൻ പദ്ധതി വന്നിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട്. പക്ഷേ അത് റീഡാർ ചെയ്യാൻ ഓൾറെഡി ബോണ്ട് സൈൻഡ് ആയിരിക്കും. പഞ്ചായത്തിൽ നിന്ന് ബോണ്ട് സൈൻ ചെയ്തിട്ടാണല്ലോ അവർക്ക് പെർമിഷൻ ഉള്ളൂ. അത് ലീഗലി പോലും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം വാർഡ് മെമ്പർ എടുത്തിട്ടില്ല. അതുപോലെ തന്നെ പഞ്ചായത്ത് അതോറിറ്റി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ ഒരു റോഡിലൂടെയാണ് ഈ ഇത്രയും കാലമായിട്ട് ജനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും പോരായ്മകൾ പറഞ്ഞു. കഴിഞ്ഞ വാർഡ് മെമ്പർ ചെയ്ത എന്തെങ്കിലും നന്മകൾ പറയാനുണ്ടോ? കഴിഞ്ഞ വാർഡ് മെമ്പർ എനിക്ക് തോന്നുന്നു ഒരു 2 or 3 റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഏതോ ഒരു കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ക്രഷർ റോഡ് ഉണ്ട് അവിടെ കുതിരാടത്ത്. ഇത്ര വർഷമായിട്ട് ആ റോഡ് മോശമായി കിടന്നിട്ടും റീഡാർ ചെയ്തിട്ടില്ല. പക്ഷേ അവരുടെ ഫണ്ട് കിട്ടില്ല എന്ന് അവസാനം അവിടെയുള്ള ജനങ്ങൾ എതിരാവുന്ന കണ്ടപ്പോൾ MLA ഫണ്ട് ഒരു 20 ലക്ഷം ഒപ്പിച്ച് അവിടെ ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ച് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ പോയും ആ ഒരു കട്ടറിലൂടെ തന്നെയാണ് പോകുന്ന സാഹചര്യം. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ മറ്റൊരു ഭാഗം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ സ്ഥാനാർത്ഥി ആരെങ്കിലും ഒരാൾ നിൽക്കുന്നു, പരാജയപ്പെടുന്നു, വിജയിക്കുന്നു, വിജയിച്ച് ഭരണസമിതിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ ആ സ്ഥാനാർത്ഥി ആവുന്നതിന് മുമ്പ് തന്നെ പഞ്ചായത്ത് രാജിനെ കുറിച്ചും പഞ്ചായത്തിലെ വികസന കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുത്ത് പോവുകയാണെങ്കിൽ അത്രയും നന്നാവും. അത്തരത്തിലുള്ള ഒരു ഹോംവർക്ക് ഹിബത്തുള്ള ചെയ്തിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഞാൻ സ്ഥാനാർത്ഥി ആവണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയല്ല. പക്ഷേ നമ്മളുടെ ഒരു ടോക്ക് ഉണ്ട്, ലെനിൻ്റെ ആണ് തോന്നുന്നുണ്ട്, രാഷ്ട്രീയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇടപെടുന്നുള്ള ഒരു സംഭവമുണ്ട്. എനിക്ക് അതായി തോന്നി. കാരണം നിലവിലുള്ള 2 സ്ഥാനാർത്ഥികൾ മുമ്പ് അവിടെ വാർഡിൽ നിന്നും ജയിച്ചു പോയവരാണ്. അവര് കാര്യമായിട്ടുള്ള വികസനങ്ങളൊന്നും ആ നാടിന് ചെയ്തിട്ടില്ല. 2 ബൂത്ത് ഉണ്ട് അവിടെ. അതിൽ 1ാമത്തെ ബൂത്തിൽ തന്നെയാണ്. ആ 1ാമത്തെ ബൂത്തിലേക്ക് തിരിഞ്ഞു തന്നെ നോക്കിയിട്ടില്ല. അതാണ് അവിടുത്തെ അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, സ്ഥാനാർത്ഥിയായത്. അല്ലാതെ ഞാൻ ഇതിലേക്ക് വരണം എന്ന് കരുതിയില്ല. കാരണം നമ്മളെക്കാൾ കഴിവില്ലാത്തവർ നമ്മളെ വാർഡിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും കൈവിട്ടവരുണ്ട്. ഡോക്ടർമാരുണ്ട്, നല്ല വീക്ഷണബോധമുള്ള അഡ്വക്കേറ്റ്സ് ഉണ്ട്, നല്ല വീക്ഷണബോധമുള്ള പല പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഞാനിപ്പോൾ നമ്മൾ വാർഡുകൾ സന്ദർശിക്കാൻ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ അവിടെയൊക്കെ ഉണ്ട്. അവരെ ട്രെയിൻ ചെയ്ത് ഈ ഒരു രാഷ്ട്രീയ ബോധത്തിലേക്ക് എത്തിക്കുന്നതിന് പകരം മുൻപുള്ള ആളുകൾ തന്നെ അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയത്തിന്റെ ഗെയിമാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അവർക്ക് വാർഡ് പിടിച്ചെടുക്കണം, പഞ്ചായത്ത് പിടിച്ചെടുക്കണം എന്നല്ലാതെ ഈ വാർഡിന് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഉണ്ടല്ലോ എനിക്ക് വോട്ട് ചോദിക്കുന്ന സാഹചര്യം അത് അവിടെ ഇല്ല. വന്നിട്ടില്ല. ഹിബത്തുള്ള എന്തൊക്കെയാണ് വാർഡിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇപ്പം ഞാൻ പറഞ്ഞ 4 കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ, അത് കൃത്യമായിട്ട് നമുക്ക് ഫണ്ടിങ്ങിലൂടെ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തൊഴിൽ മേഖലയാണ്. കാരണം നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു അച്ഛൻ്റെയോ മകൻ്റെയോ ശമ്പളം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. അത്രയും നമ്മൾക്ക് ഇവിടെ വിലക്കയറ്റുണ്ട്. ഈ വിലക്കയറ്റത്തിന് സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ചെയ്ത് കുറയ്ക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊക്കെ നടക്കത്തില്ല, പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വീടുകളിലുള്ള ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം അച്ഛൻ ജോലിക്ക് പോകുന്ന സമയത്ത് അമ്മ അവിടെ ഫ്രീ ആണ്. ആ അമ്മയ്ക്കുള്ള തൊഴിൽ നമുക്ക് വീടുകളിലേക്ക് എത്തിക്കാൻ പറ്റും. ഒരുപാട് സഹോദരിമാർ എൻ്റെ വാർഡിലുള്ളവരുണ്ട്. ഇപ്പൊ ഞാൻ പല വീടുകളിൽ പോകുമ്പോൾ 2 പേരും ജോലിക്ക് പോകുന്നുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അപ്പം അവര് രാവിലെ മുതൽ ജോലി ചെയ്തിട്ട് അവർക്ക് കിട്ടുന്ന ഇൻകം 7000 രൂപ 8000 രൂപയാണ്. ഇതിനു വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. ഈ 7000 8000 രൂപ വീടുകളിൽ നിന്ന് സമ്പാദിക്കാൻ പറ്റുന്ന തൊഴിൽ സംവിധാനങ്ങൾ നടത്താൻ ഒരു വാർഡ് മെമ്പർ വിചാരിച്ചാൽ പറ്റും. ഒരു സഹകരണ സംരംഭങ്ങളിലൂടെ പറ്റും. ഈ ആശയങ്ങൾ ഉള്ളവർ വേണം എന്ത് അവിടേക്ക് വരാൻ. അങ്ങനെ ഉള്ളവരെ ഈ രാഷ്ട്രീയക്കാർ തെരഞ്ഞെടുക്കണം. അതിലാണ് ഈ നമ്മുടെ നാട് പരാജയപ്പെട്ടു പോകുന്നത്. വേറെന്തൊക്കെ കാര്യങ്ങളാണ്? പിന്നെ വിദ്യാഭ്യാസപരമായിട്ട് നമ്മളൊരു പ്ലാൻ ഉള്ളത് സഹകരണ PSC കോച്ചിങ് സെന്റർ. പിന്നെ എൻ്റെ ഏറ്റവും ഒരു ഡ്രീം പ്രൊജക്റ്റ് ആണ് മാവൂർ പഞ്ചായത്തിലേക്ക് എന്നോ നടപ്പിലാവേണ്ടത് ഡയാലിസിസ് സെന്ററുകൾ. 10 വീടുകളുള്ളവർക്ക് ഒരു വീട്ടിലോ 2 വീട്ടിലോ ഡയാലിസിസ് പേഷ്യൻസ് ഉണ്ട്. എന്നാലും മാവൂർ പഞ്ചായത്തിൽ ഇതുവരെ ഒരു ഡയാലിസിസ് സെന്റർ ഇല്ല എന്നുള്ളത് ഇതുവരെ മാവൂർ ഭരിച്ച എല്ലാവരുടെയും പോരായ്മയാണ്. മാവൂർ ആരൊക്കെ ഭരിച്ചിട്ടുണ്ടോ, ആരൊക്കെ മെമ്പറായി വന്നിട്ടുണ്ടോ അവരുടെ ഒക്കെ പോരായ്മയാണ് ഒരു ഡയാലിസിസ് സെന്റർ. കാരണം ഇവിടെ ഡയാലിസിന് ഒരു പേഷ്യന്റ് ഉണ്ടെങ്കിൽ അവർ KMCT പോകണം. 600 രൂപ 700 രൂപ ചെലവഴിച്ചിട്ട് വേണം പോകാൻ. ആ യാത്ര തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് നമ്മുടെ ഈ ഭാഗത്ത് ഒരു ഡയാലിസിസ് സെന്റർ, അത് എൻ്റെ ഒരു ഡ്രീം ആണ്. അത് ആ കൈത്തൊട്ടിമുക്കിൽ, കുതിരാട, മാലിഞ്ചോട് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ഡയാലിസിസ് സെന്റർ കൊണ്ടുവരണം. അത് സഹകരണ മനോഭാവത്തോട് കൂടി കൊണ്ടുവരാം. അഡ്വക്കേറ്റ് ഹിബത്തുള്ള വിജയിച്ചു കഴിഞ്ഞാൽ പ്രവർത്തന ശൈലി എങ്ങനെയായിരിക്കും? നിലവിലെ സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിഭാഗീയത ഭയങ്കരമായിട്ടുണ്ട്. അതായത് ഇന്ന ആളുകൾ ജയിച്ചിട്ടുണ്ട്, ഇന്ന ആളുകൾ അവഗണിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം തിരുത്താൻ പോകുന്ന അതാണ്. ഞാൻ ജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തുള്ള യുവാക്കളെയും കൂട്ടിക്കൊണ്ട് അവിടെ ഒരു പുതിയൊരു വിങ്ങിനെ രൂപീകരിക്കും. അതിലൂടെ ആയിരിക്കും
ആ യുവാക്കളിൽ ഇടതുപക്ഷം ഉണ്ടാവും, എല്ലാ പക്ഷങ്ങളും ഉണ്ടാവും. അവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യുവ കൂട്ടായ്മയെ അവിടെ ബിൽഡ് ചെയ്യും. അതിലൂടെ പദ്ധതികൾ നടപ്പിലാക്കും. ഞങ്ങളുടെ ഒരു പ്രകടന പത്രിക ഉണ്ട്, അത് ഞങ്ങൾ വീടുകളിലൊക്കെ നൽകിയിട്ടുണ്ട്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ആണെങ്കിൽ കൂടി എല്ലാ മേഖലയിലും കൂടി ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. ആ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള എല്ലാം ഞങ്ങൾ നടപ്പിലാക്കും ഈ ഒരു വിങ്ങിനെ ഉപയോഗിച്ച്. വോട്ടർമാരോട് എന്താ പറയാനുള്ളത്? എൻ്റെ പ്രിയപ്പെട്ട 9ാം വാർഡിലെ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വോട്ട് ചെയ്യുക. ഇന്ന ആളെ വിജയിപ്പിക്കാൻ വേണ്ടിയോ ഇന്ന ആളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ നാടിൻ്റെ ഏബിൾ ആയിട്ടുള്ള വ്യക്തി ആര് എന്ന് നിങ്ങൾ മനസ്സിൽ തൊട്ട് നിങ്ങൾ വോട്ട് ചെയ്യുക. ഇന്ന ആളെ എനിക്കിഷ്ടമാണ്, അല്ലെങ്കിൽ ഇന്ന ആൾ വന്നാൽ എൻ്റെ നാടിനൊരു മാറ്റം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക. അവരെ വിജയിപ്പിക്കാൻ നിങ്ങൾ പോകണ്ട, അവരെ തോൽപ്പിക്കാനും നിങ്ങൾ പോകണ്ട. വോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജനാധിപത്യപരമായിട്ട് നമ്മുടെ അവകാശം. അത് കൃത്യമായിട്ട് വിനിയോഗിക്കുക. അത്ര മാത്രമാണ് എനിക്ക് നിങ്ങളോട്. എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കൃത്യമായിട്ട് നിങ്ങൾ വോട്ട് ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. നഷ്ടപ്പെട്ട വാർഡ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല ഹിബത്തുള്ള മത്സരിക്കുന്നത്. ഇപ്പോൾ ഹിബത്തുള്ള പറയുന്നത്, നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ വോട്ട് വിനിയോഗിച്ച് ഇവിടെ ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ ആ അവസരം നല്ല രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് നാട്ടിൽ വികസനം കൊണ്ടുവരാനുള്ള ശക്തമായ, അതോടൊപ്പം തന്നെ നല്ല കാഴ്ചപ്പാടോടു കൂടിയാണ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. നന്ദി, നമസ്കാരം. Invest your sleep on right mattress. Forwish mattress for healthy sleep. Kadodi Gold and Diamonds, Mavur, Puvattuparambur.